ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയ്ക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ പോളിയോ ദിവസമാണ്. പോളിയോ ദിവസം കുറേ പ്രതീക്ഷകളൊക്കെ ഓടിയൊക്കെ എഴുന്നേറ്റ് ഇപ്പോൾ രാവിലെ തന്നെ മഴ എനിക്കിഷ്ടമാണ്. എല്ലാവർക്കും മഴ ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടില്ലേ, ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഇന്ന്. എല്ലാ ദിവസവും രാവിലെ ഇത്രയ്ക്ക് മഴ ഉണ്ടാവലില്ലേ. കുറച്ചൊരു മഴ പെയ്തിട്ട് അങ്ങ് തോരാറാണ്. പക്ഷേ ഇന്ന് ഇതിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയൊക്കെയാണ് എഴുന്നേറ്റത്. എഴുന്നേക്കാൻ തോന്നില്ല. പിന്നെ ഇന്ന് പോളിയോ കൊടുക്കാൻ മോൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പോകണം എന്നൊക്കെ വിചാരിച്ച് പതിയിലും കുറച്ചൊക്കെ നേരത്തെ എഴുന്നേറ്റു കേട്ടോ. എല്ലാ സൺഡേ എഴുന്നേക്കുന്നേക്കാൾ നേരത്തേക്ക് എഴുന്നേറ്റ്. അപ്പോൾ നമുക്ക് മഴയാകുമ്പോൾ ഒരു മടിയൊക്കെയാണല്ലോ. പക്ഷെ ഇന്നലെ ഏതായാലും അരി ആട്ടി വെച്ചത് കൊണ്ട് അപ്പം ചുട്ടെടുത്തു കേട്ടോ. അതുകൊണ്ട് അപ്പം ആയതുകൊണ്ട് വേഗം കലക്കി വെച്ചുകൊണ്ട് വേഗം ചുട്ടെടുക്കാൻ പറ്റിയേ. അപ്പോൾ അങ്ങനെ അപ്പമൊക്കെ ചുട്ടെടുത്തു. അതിനുശേഷം ഇന്ന് നമ്മുടെ അമ്പലത്തിൽ പൂജയൊക്കെ ഉണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോകണം എന്നൊക്കെ വിചാരിച്ച് മക്കളെയൊക്കെ കൊണ്ട് പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേങ്കിൽ മക്കളൊക്കെ ഭയങ്കര ഉറക്കമാണ്, മഴയായിട്ട് അവർ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ അവർക്ക് ഇന്നലെ അവരെ ഡോക്ടറെ കാണിച്ചിട്ട് വന്നതായിരുന്നു. അവർക്ക് കുറച്ച് ജലദോഷവും ചുമയൊക്കെ ആയതുകൊണ്ട് പിന്നെ രാവിലത്തെ അമ്പലത്തിൽ പോക്ക് ഞങ്ങളങ്ങ് പോയില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, നേരത്തെ എഴുന്നേറ്റ് വന്ന രണ്ടാളും മൂടിപ്പോയി ഭയങ്കര ഉറക്കമാണ്. അത് കടത്തിയ സ്ഥലത്തൊന്നും ആയിരിക്കില്ല എഴുന്നേൽക്കുമ്പോൾ അവരിങ്ങനെ വട്ടം കറങ്ങും. ഒരാളെ കടത്തിയ സ്ഥലത്ത് മറ്റേയാളെ കടത്തിയെടുത്ത് ഇപ്പുറത്തെ ആളൊക്കെ എത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അപ്പമൊക്കെ ചുട്ടെടുത്തു. പക്ഷെ ഞാൻ അപ്പം വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു കാര്യത്തിന് പോയി വന്നപ്പോഴേക്കും നമ്മുടെ ഒരപ്പം നല്ല സൂപ്പറായിട്ടൊന്ന് കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ അപ്പമാണ് നിങ്ങൾ ഈ കാണുന്ന അപ്പോൾ ഒരപ്പം കരിഞ്ഞ് പോയി. അപ്പോൾ എന്തായാലും ബാക്കിയൊക്കെ അപ്പോൾ ഒന്നും പിന്നെ ഞാൻ അവിടെ നിന്ന് അധികം മാറിയില്ല കേട്ടോ. ഞാൻ എന്തോ തീ കുറച്ചിടാൻ മറന്നു പോയിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ മഴ കുറയുമെന്ന് വിചാരിച്ചിട്ട് കുറയുന്നേ ഇല്ല കേട്ടോ. മഴ കണ്ടില്ല, ഇങ്ങനെ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോക്ക് വേണ്ടാന്ന് വെച്ചു. പക്ഷേ എന്തായാലും ഏട്ടൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാളെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഏട്ടൻ അമ്പലത്തിലേക്ക് പോയേ. അപ്പോൾ അതിനുശേഷം മക്കളൊക്കെ അതിന് ശേഷമാണ് എഴുന്നേറ്റ് വന്നതായിട്ട്. അമ്പലത്തിൽ പോയതിന് ശേഷമാണ് എഴുന്നേറ്റ് വന്നത്. അപ്പോൾ അവർ എഴുന്നേറ്റ് വന്ന ശേഷം ഞങ്ങൾക്ക് പോളിയോയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ കുളിപ്പിച്ചൊരുക്കിയിട്ടുണ്ട്. മഴ കുറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മഴ കുറയുന്ന ലക്ഷണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മഴയത്ത് തന്നെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചിമ്പുവിന് തലയ്ക്കൊരു സേഫ്റ്റി, മഴ അധികം നനയടില്ല വിചാരിച്ചിട്ട് തൊപ്പിയുള്ള ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്താണ്. പക്ഷെ അവനതൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനും ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ മൂത്ത മോന് അമ്പാടിക്ക് അവനും പോരണം. അവന് 5 വയസ്സ് പൂർത്തിയായതുകൊണ്ട് അവന് പോളിയോ ഇല്ല കേട്ടോ. എന്നാലും അവനും വാശി പിടിച്ച് പോന്നേ. അവൻ്റെ കോട്ടിടാൻ പറഞ്ഞിട്ട് കോട്ടൊന്നും ഇടാതെ പഴയ കുടയൊക്കെ കേടായ കുടയൊക്കെ പിടിച്ചിട്ടുണ്ട് പോരുന്നത്. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കണ്ടില്ലേ. അപ്പോൾ ചിമ്പുവും കുടേൻ്റെ ഉള്ളിലാണ് കേട്ടോ. ചിമ്പു വെള്ളം വീഴുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നടന്ന് വരാനുണ്ട്. അപ്പോൾ അവിടെ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് പോളിയോ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളിതാ നടന്നു കണ്ടില്ലേ, ആ ഇറക്കത്തിൽ നിങ്ങൾ ഇതിന് മുമ്പിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ ആ ഇറക്കമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പോളിയോ കൊടുക്കുന്ന വീട്ടിൽ തന്നെ ഈ ഓറഞ്ച് പെയിൻ്റ് അടിച്ച് ഈ വീട്ടിൽ വെച്ചാണ് പോളിയോ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിമ്പു ആദ്യമായിട്ടാണ് കുട ചൂടി മഴയത്ത് ഇങ്ങനെ പോരുന്നത്. അപ്പോൾ ചിമ്പുവിൻ്റെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസും കൂടിയാണ്. അപ്പോൾ അവനിങ്ങനെ അനങ്ങാതെ നോക്കിയിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പാടിയോട് പോരണ്ടെന്ന് പറഞ്ഞിട്ട് അവനും കൂടെ പോന്നിട്ടുണ്ട്. എന്നിട്ട് അവൻ അങ്ങോട്ട് വരാതെ മടിച്ചൊക്കെ നിൽക്കുമായിരുന്നു കേട്ടോ. വഴക്ക് പറയുമെന്നൊക്കെ വിചാരിച്ച് അവനും കൊടുക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ എന്താ സംഭവം എന്നൊക്കെ മറന്നു പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോളിയോ കൊടുക്കുന്ന സ്ഥലത്തെത്തി. ചിമ്പുവിൻ്റെ ഫസ്റ്റ് പോളിയോ കേട്ടോ. കാരണം കഴിഞ്ഞ വർഷം പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുന്ന സമയത്ത് അവന് പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നേ. ഇപ്രാവശ്യം അവന് ഈ സമയമായപ്പോഴും റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ അവന് കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നതിന് പനിക്കാത്തതുകൊണ്ട് ഡോക്ടർ ഇന്ന് കൊടുത്തോളം പറഞ്ഞു കേട്ടോ പോളിയോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോളിയോ കൊടുക്കാൻ വന്നേ. അപ്പോൾ അവന് മടിയൊന്നും ഇല്ലാതെ വഴക്കൊന്നും പിടിക്കാതെ പോളിയോ തുള്ളിമരുന്നൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ കയ്യിൽ മഷി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ മഷിയൊക്കെ ഇട്ടെടുത്ത് അവൻ ആദ്യമായിട്ട് നോക്കിയിരിക്കുകയാണ്. കാരണം ഇവൻ്റെ ആദ്യത്തെ പോളിയോ ആണല്ലോ. കഴിഞ്ഞ വർഷവും പോളിയോ ഉണ്ടായിരുന്നില്ല. അപ്പം അവനിങ്ങനെ കയ്യിലേക്ക് തന്നെ നോക്കുകയാണ്. അപ്പോൾ കുറച്ച് തെളിഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് അവരൊന്നും കൂടെ നന്നായിട്ടൊന്ന് തെളിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കയ്യിൽ. അപ്പോൾ അവനിങ്ങനെ ഒന്നുകൂടെ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തുള്ളിമരുന്ന് ഒക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് പോരാ കേട്ടോ. അപ്പോഴും മഴ കുറഞ്ഞിട്ടൊന്നുമില്ലേ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കാണ്ടില്ലേ, വെള്ളം ഇങ്ങനെ നന്നായിട്ട് ഈ കോൺക്രീറ്റ് റോഡിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളങ്ങനെ നടന്ന് വീട്ടിലെത്തി. അപ്പോഴും ഏട്ടൻ എത്തിയിട്ടില്ല. അമ്പലത്തിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നു കേട്ടോ, പൂജയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏട്ടൻ എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയപ്പോഴും മഴ തോർന്നിട്ടില്ല. ഇന്നിങ്ങനെ ഉച്ച വരെ മഴ തന്നെയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു കാലാവസ്ഥയായിരുന്നേ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ഈ പോളിയോ ദിവസം രാവിലെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ. അപ്പോൾ പിന്നെ ഒരു വിശേഷം കൂടി വീട്ടിൽ വന്ന ഉടനെ അവനാണെങ്കിൽ ചിമ്പുന് കയ്യിലുള്ള കയ്യിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. വന്ന ഉടനെ എവിടെ പിന്നെ മൂത്ത മോൻ പറയുന്നത് അവന് വോട്ട് ചെയ്തതാണെന്നാണ്. അപ്പോൾ വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇതാണല്ലോ കിട്ടുന്നത്. അപ്പോൾ ചിമ്പു വോട്ട് എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ കൈ കാണിച്ചു തരും കേട്ടോ. അപ്പോഴാണെങ്കിൽ മൂത്തവനാണെങ്കിൽ അവൻ്റെ കണ്ടപ്പോൾ ഒന്നുകൂടെ അവനും ഇല്ല, അവന് സ്കെച്ച് പെന്ന് വെച്ച് വരച്ച് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായിട്ട് അവൻ്റെ എക്സ്പ്രഷനിൽ കാണുന്നത്. ഓക്കെ, അവനങ്ങനെ സ്കെച്ച് പെന്ന് വെച്ചൊന്ന് വരച്ച് തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ, ബൈ.